വ്യക്തികളും അവിടെ ഓടിയെത്തുകയും നമ്മളെ കൊണ്ട് കഴിയാവുന്ന ശാരീരിക സഹായങ്ങളൊക്കെ എല്ലാവരും ചെയ്യുകയുണ്ടായി. നമ്മളൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. ബഹുമാനപ്പെട്ട ചെയർമാൻ അറിയാമെന്ന് തോന്നുന്നു. ഏകദേശം 2001 ഇതേ ഒരു അവസ്ഥ തെക്കേങ്ങാടിയിലുണ്ടായപ്പോൾ നമ്മളന്ന് എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നുള്ളത് ഒരു മാതൃകയാണ്. 2001 ചുഴലിക്കാറ്റ് വീശിന് ശേഷം പിറ്റന്ന അല്ലെങ്കിൽ 3-ാമത്തെ ദിവസം തന്നെ നമുക്ക് ആ വീടുകളിലൊക്കെ ഒരു അടിയന്തര സഹായം എത്തിക്കാൻ കഴിഞ്ഞിരുന്നു. അത് നമ്മൾ കൗൺസിലൊക്കെ വന്ന് ചെയർമാന് മുൻകൂർ അനുമതി കൊടുത്തത്. പിന്നീടാണ് നമ്മൾ അതിന്റെ കൗൺസിൽ കൂടെ അംഗീകാരം സർക്കാരിന്റെ അനുമതി കിട്ടിയത്. ജനങ്ങൾക്ക് സംബന്ധിച്ച് ഇപ്പോൾ അടിയന്തര സഹായമാണ് ആവശ്യം. നമുക്കറിയാം സംസ്ഥാന ഗവൺമെന്റ് നടപടിക്രമങ്ങൾ പൂർത്തിയായ 10 മാസം എന്തായാലും രീതി പിടിക്കും. കാരണം അതിന്റെ നടപടിക്രമങ്ങൾ അങ്ങനെയാണ്. അപ്പം നഗരസഭയെ സംബന്ധിച്ച് അതിന്റെ ആവശ്യമില്ല. നമുക്ക് തന്നെ നേരിട്ട് വന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അന്നറിയാം അന്നത്തെ വൈസ് ചെയർമാനായ അന്നത്തെ PM സുരേഷ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു. ഞാനും സുരേഷും അന്നത്തെ ചെയർമാൻ ശ്രീ ടൈം കൂടിയാണ് നിങ്ങൾ അന്ന് 3-ാമത്തെ ദിവസം കൂടി എല്ലാ വീടുകളിലും കവറിലാക്കി പൈസ കൊടുത്തിരുന്നത്, എല്ലാ വീടുകൾക്കും. അപ്പോൾ അന്നെന്ന് വെച്ചാൽ പിന്നീട് സർക്കാരിന്റെ അനുമതിക്ക് വേണ്ടി കാത്ത് നിൽക്കലുണ്ടായില്ല. അതിന് ശേഷം നമ്മൾ കൊടുത്തതിന് ശേഷമാണ് അന്ന് സർക്കാരിന്റെ അനുമതിക്ക് കാത്തുന്നത്. അപ്പൊ ജനങ്ങൾക്ക് പക്ഷേ അടിയന്തര സഹായമാണ്. കാരണം അപ്പൊ പലർക്കും വീട്ടിലേക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. സർക്കാരിന്റെ സഹായം കിട്ടുമ്പോൾ വീട്ടിൽ താമസാക്കേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് പോവുകയും ചെയ്യും. അപ്പൊ നമുക്ക് അടിയന്തരമായിട്ട് ഒന്നോ നാളെയായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. സർക്കാരിന്റെ ഭാഗത്തിന് എതിരഭിപ്രായം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം നമ്മൾ ഓൺഫണ്ട് കൊടുക്കുന്നതിൽ നമ്മൾ കൂട്ടമായി അയക്കേണ്ട തീരുമാനിച്ച പിന്നെ സർക്കാരിൽ ഇപ്പോൾ പറയാൻ വഴിയില്ല. അപ്പൊ നമ്മുടെ ഓൺഫണ്ട് അടിയന്തരമായി നമുക്കറിയാം നമ്മൾ വീടുകൾക്കൊക്കെ അറ്റകുറ്റപ്പണിക്ക് 25,000 രൂപയാണ് നമ്മളൊക്കെ സാധാരണ കൊടുക്കാറ്. ആ ഒരു സംഖ്യയിൽ ഒരു 25,000 രൂപ വെച്ചിട്ട് ഇപ്പോൾ നഷ്ടം വെച്ച കുടുംബങ്ങൾക്ക് നമുക്ക് കൊടുക്കാനും അതുപോലെ തന്നെ പള്ളിക്ക് നമുക്ക് എത്ര കൊടുത്താലും അധികമില്ല. എന്നാലും നമ്മളെ കൊണ്ട് കഴിയാവുന്ന നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ പൈതൃകമുള്ള ഒരു പള്ളിയാണ്. അപ്പൊ നമ്മളെ കൊണ്ട് നഗരസഭയുടെ ഓൺഫണ്ട് ഉപയോഗിച്ചിട്ട് കൊടുക്കാൻ കഴിയാവുന്നതിൽ മാക്സിമം ഒരു സംഖ്യ നമുക്ക് കൊടുക്കാൻ തന്നെ നമ്മളെ തീരുമാനിക്കണം. അല്ലെങ്കിൽ നമ്മൾ സർക്കാരിലേക്ക് അയച്ച് ഈ പറഞ്ഞ പോലെ ഇതോടുകൂടി കൗൺസിലോടുകൂടി അത് കഴിഞ്ഞു പിന്നെ അതിന് ചർച്ച ഉണ്ടാവില്ല. ഈ ചർച്ച അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനത്തിലെത്താൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയുള്ള ചർച്ച മാത്രമാവും. നമുക്ക് എന്ത് കൊടുക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ ചെയർമാൻ ഇവിടെ അത് പറയണം. നമ്മൾ ഓൺഫണ്ട് സർക്കാരിന് എന്ത് കിട്ടാണ്ടിരിക്കില്ലല്ലോ. ഇപ്പൊ ചെയർമാനെ സംബന്ധിച്ച് അങ്ങനെ തടസ്സം പറ്റില്ല. സാധാരണ അങ്ങനെ ഇവിടുത്തെ ഒരു പാർട്ടി അവിടെ എതിർ പാർട്ടിയൊക്കെ അടിച്ചാലാണ് അങ്ങനെ വരും. ഇപ്പൊ ഇവിടെ ഭരിക്കുന്നു CPM, സംസ്ഥാനം ഭരിക്കുന്നു CPM. അപ്പൊ ഇവിടുത്തെ ഒരു തീരുമാനത്തിനെ അവിടുത്തെ സർക്കാർ ഒരിക്കലും നിൽക്കാൻ വഴിയില്ല. അപ്പൊ നമ്മൾ അടിയന്തരമായ ഒരു സഹായം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ പുതിയൊരു തീരുമാനമല്ല. മുൻകാലങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ട് മുൻ ചെയർമാന്മാരും കൗൺസിലർമാരെ അയക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട്, നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന് അന്ന് സർക്കാർ അതിന് അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ അതിന് അനുമതി തരാണ്ടിരിക്കില്ല. അപ്പൊ നമുക്ക് അടിയന്തരമായി കൗൺസിൽ അയക്കേണ്ട തീരുമാനം നമുക്ക് കൊടുക്കാവുന്ന എത്ര വീടുകൾ തിട്ടപ്പെടുത്തി ഏകദേശം ഉദ്യോഗസ്ഥന്മാർ തിട്ടപ്പെടുത്തിയെന്ന് പറഞ്ഞു നമ്മുടെ നഗരസഭയ്ക്കകത്ത്. ആ വീടുകൾക്ക് എത്ര ഏകദേശം നഷ്ടം ഇപ്പൊ എല്ലാവരും 25,000 രൂപ ആണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 5,000 രൂപ പണി ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളെ നേരിട്ട് ഒന്നും കൗൺസിൽ സന്ദർശിക്കും, ഉദ്യോഗസ്ഥരടക്കുന്ന ഒരു കമ്മിറ്റി പോയി തല കണ്ട് എങ്ങനെയാണ് ആശാസം വെച്ചാൽ അതിനനുസരിച്ച് സംഖ്യ കൊടുക്കാൻ ഇന്ന് തന്നെ നമ്മൾ തീരുമാനിക്കണം. കാരണം ആദ്യം കിട്ടുന്ന സഹായം നമുക്ക് ഉപകാരത്തിലാവുക. കാരണം നമ്മളൊരു 10 മാസം കഴിഞ്ഞിട്ട് നമ്മൾ 10,000 രൂപ 10 മാസം 1,00,000 രൂപ കൊടുത്താൽ പ്രയോജനമില്ല. കാരണം ഇപ്പൊ എല്ലാവരും മഴയത്തും ടാർപ്പായി കെട്ടിയിട്ടാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ കൃഷിക്കും പണിയുന്ന ആശാസമായിട്ടുണ്ട്. അപ്പോൾ ഒരു അടിയന്തര തീരുമാനം നമ്മൾ ഇന്ന് തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്ന് തോന്നുന്നത് ചേർന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ വലിയ ദുരന്തം ആ ദുരന്തത്തിന്റെ ഭാഗമായിട്ട് നാശനഷ്ടങ്ങൾ എന്തായാലും പ്രതിഭാഗവും ഭാഗ്യമാണ്. ഇത് വലിയൊരു ദുരന്തമായിട്ട് ആരും മരണപ്പെട്ടില്ല എന്ന് വലിയ ഭാഗ്യമാണ്. അത്രയും ആളുകൾ കൂടിയിട്ടുള്ള സ്ഥലത്താണ് ഒരു വലിയൊരു ദുരന്തം ഉണ്ടായത്. അപ്പോൾ അതിന് എല്ലാ രീതിയിലുള്ള സഹായങ്ങളും നഗരസഭാ രീതിയിലും സർക്കാരിന്റെ ഭാഗത്ത് എത്രയും പെട്ടെന്ന് തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കൗൺസിൽ എന്തൊക്കെയാണ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അതും വളരെ സത്യമുള്ള വഴിക്കേണ്ടതുണ്ട്. ഇതില് ഓർഫനേജില് 2 ദിവസമായിട്ട് ഭക്ഷണം കൊടുക്കാൻ വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. ഇപ്പോഴും അതിന്റെ ഭാഗമായിട്ട് അന്നത്തെ മാത്രമല്ല ഇപ്പോഴും ചെറിയ ചെറിയ ദുരന്തങ്ങൾ സംഭവിച്ചിരിക്കും ഷോപ്പിന്റെ ഭാഗമായിട്ട്. ഇപ്പോൾ ഇന്ന് ഷോപ്പിന്റെ അംഗനവാടിയുടെ പുറകില് വലിയ ഒരു 4 മീറ്ററോളം ഹൈറ്റ് മാത്രം ഇടിഞ്ഞു വീഴും. അതുപോലെ പല സ്ഥലങ്ങളിൽ മരങ്ങൾ വീഴുന്നു, വീട് വീഴുന്നു, അത്രയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ദുരന്ത നിവാരണ സമിതി എന്നൊരു സമിതി ഉണ്ടാക്കി എന്ന് അറിയാൻ കഴിഞ്ഞു. ആരൊക്കെയാണ് അതിലെ അംഗങ്ങൾ എനിക്കറിയില്ല. ആ സമിതിയുടെ പവർ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇതെല്ലാം കാര്യങ്ങളായി ഉൾപ്പെടുത്താൻ കഴിയുക. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു നടപടി ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ, ഒരു ദുരന്തം വന്നപ്പോൾ ചെയർപേഴ്സണും ബാക്കി എല്ലാവരും ഇവിടെ എത്തിയപ്പോൾ നന്ദി അറിയിക്കുകയാണ്. ദുരന്തത്തിൽ വാർഡിൽ 30ഓളം വീടുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. സാധാരണക്കാരായ ആളുകളാണ്. ഓടിട്ട് വീടുകളും ഷീറ്റുകളും തകർന്നിരിക്കുകയാണ്. നഗരസഭയുടെ സഹായമാണ് അവർ കാത്തിരിക്കുന്നത്. ഇപ്പോഴും ഷീറ്റൊക്കെ മേഞ്ഞ് വെള്ളം ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. വൈദ്യുതി ബന്ധമായിട്ട് 3 ദിവസമായി ട്രാൻസ്ഫോമർ അവിടെ പൊട്ടിക്കിടക്കുകയാണ്. ഇപ്പോഴും അത് നടപടിയായിട്ടില്ല. എന്തെങ്കിലും നഗരസഭയുടെ ഭാഗത്ത് നിന്ന് അടിയന്തര സഹായം വേണം. നമ്മളെല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കണം. എല്ലാ സഹായത്തിനും നന്ദി പറയണ അവസരത്തിൽ
എന്നുള്ളത് ഞായറാഴ്ച നടക്കുന്ന പകുതി ഒരു 68 കൊല്ലം മുന്നേ നമ്മുടെ വലിയൊരു കൊടുങ്കാറ്റ് ഉണ്ടായിരുന്നാലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്നും അതുപോലെ തന്നെ ഡിപ്പുവിൻ്റെ പ്രവർത്തനകാലത്തും യാതൊരു കേട് സംഭവിക്കാതെ നിലനിൽക്കുന്ന പള്ളിയാണ് ആർത്തപ്പള്ളി. അത് ഇത്രമാത്രം നാശനഷ്ടം സംഭവിച്ചിട്ട് അടിയന്തരമായി നമുക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സുഖകരമായിട്ടുള്ള ഒരു കാര്യം. പള്ളിക്ക് നമുക്ക് കൃത്യമായിട്ട് പെട്ടെന്നൊരു പൈസ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ 2001 അങ്ങാടിയിലുണ്ടായ ആ ദുരന്തത്തിൽ അടിയന്തരമായി 5000 രൂപ വെച്ച് നാശനഷ്ടം വന്ന എല്ലാ വീടുകൾക്കും കൊടുക്കേണ്ടായി. ആർക്കാരിൻ്റെ പരിസര പ്രദേശത്തും അതുപോലെ ഇഞ്ചുകുളത്തും കേട് വന്നിട്ടുള്ള വീടുകൾ എത്രയും പെട്ടെന്ന് സന്ദർശിച്ചിട്ട് അന്ന് തന്നെ ഞായറാഴ്ച തന്നെ കൊടുക്കണമായിരുന്നു. ഇപ്പോൾ തിങ്കളും കഴിഞ്ഞ് ചോദ്യം കഴിഞ്ഞു. നമ്മൾ കൗൺസിലുകൾ ഉദ്ഘാടനം ചെയ്യലും പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. ആപത്തിൽപ്പെട്ടുള്ള ആളുകൾ അത് കണ്ടിട്ട് നമ്മളെ പരിഹസിക്കുന്നുണ്ടാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടി നമ്മൾ എടുക്കണം, അതിനോട് തയ്യാറാവും. അതുപോലെ തന്നെ ഇതായിട്ട് ബന്ധപ്പെട്ട് ഈ കാറ്റുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രദേശങ്ങളിലും വീണ്ടും മരങ്ങൾ വീണുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മുന്നത്തെ കൗൺസിലിലെ ജില്ലാ കളക്ടർ നമുക്ക് കൗൺസിലിലെ ഒരു തീരുമാനം എടുത്തിരുന്നു. ജില്ലയുടെ നിർദ്ദേശപ്രകാരം മരങ്ങൾ മുറിച്ചു മാറ്റാൻ, എത്രയും പെട്ടെന്ന് മരങ്ങൾ മുറിച്ചു മാറ്റാനായിട്ടുള്ള ഒരു കൗൺസിൽ യോഗത്തിന് നമ്മൾ തീരുമാനം കഴിഞ്ഞതിന് മുന്നത്തെ കൗൺസിൽ എടുത്തു. ഒരു തീരുമാനവും അതുപോലെ ഒരു നടപടി പോലും അതിന് ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇന്നലെയാണ് ഇവിടെ നമ്മുടെ ടൗൺ മുന്നിൽ ഒരു മരം വീണിട്ട് ഒരു 5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുകയും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി പോലൊക്കെ ഉണ്ടായി. ഓരോ ഭാഗങ്ങളിലും ഇപ്പം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന കാര്യത്തിൽ ഇത്രയും നാളായിട്ട് എന്ത് തീരുമാനം എടുക്കുമെന്നാണ് അറിയുന്നത്. ഇവിടെ ഇപ്പോൾ ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൽ നമ്മൾ ഇടപെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ നല്ല അഭിപ്രായമാണ്. പക്ഷേ 2001-ലുണ്ടായ വിഷയത്തെ ശരിക്കും മനസ്സിലാക്കാതെ പലരും സംസാരിക്കുന്നു എന്നുള്ളതാണ് തോന്നുന്നു. ജയസിംഗേട്ടൻ പറഞ്ഞ് 12 വീടുകൾക്കാണെന്ന് വെച്ചിരുന്നു, 97 വീടുകൾക്കാണെന്നത്. അതിലൊരു വീട് എൻ്റെ, അന്ന് നഷ്ടപ്പെട്ട ഒരു വീട് എൻ്റെ. പിന്നെ ജൂലൈ മാസം പിറ്റേ ദിവസം നമ്മൾ പൈസ എത്തിച്ചു. ജൂലൈ മാസം 14 മറക്കില്ല. 2001 ജൂലൈ മാസം 14 മറക്കാത്ത മനുഷ്യനാണ്. എൻ്റെ ജീവിതത്തിലേക്ക് വലിയ ഒരു ദുരിതം ഉണ്ടായ ദിവസം. എൻ്റെ അച്ഛനും എൻ്റെ അനിയനുമൊക്കെ പരിക്ക് പറ്റി വെച്ചു. അന്ന് വെള്ളിയാഴ്ച, ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ, ഞായറാഴ്ച കഴിഞ്ഞ് പിന്നെ തിങ്കളാഴ്ചയാണ് അടിയന്തര കൗൺസിൽ. ഇത് ഞായറാഴ്ച ദുരിതമുണ്ടായി, നമ്മൾ തിങ്കളാഴ്ച യോഗം ചെയ്യുക. അന്ന് 2001 അടിയന്തര കൗൺസിൽ വിളിച്ച് നമ്മൾ എന്ത് കൊടുക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ നമ്മുടെ ഓൺ ഫണ്ടിൽ നിന്ന് അന്ന് 1 ലക്ഷം രൂപയാണ് 97 വീടുകൾക്ക് കൊടുത്തത്. അത് അവരുടെ എല്ലാ പ്രശ്നവും പരിഹരിക്കേണ്ട അടിയന്തരമായ വീടിന്റെ മുകളിൽ മറിഞ്ഞു കിടക്കുന്ന മരം മുറിച്ചു മാറ്റുക, തൽക്കാലം ഒരു ടാർപ്പായിൽ മേടിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ധനസഹായമാണ് നമുക്ക് കൊടുത്തത്. അപ്പോൾ അതെങ്കിലും കൊടുക്കാൻ കഴിയണം എന്ന ഒരു ആശയമാണ്. 5000, 10,000, 20,000 നമുക്ക് അന്ന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 200 രൂപയാണ് എൻ്റെ വീട്ടിൽ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ കാര്യം ഇവിടെ ഇല്ല, 200 രൂപ. പിന്നെ സർക്കാരിന്റെ 2001 വില്ലേജിൽ നിന്ന് 200 രൂപയാണ് കിട്ടിയ സർക്കാർ സംസ്ഥാനം. വില്ലേജിൽ നഗരസഭയിൽ കിട്ടിയത് 500 രൂപയാണ്. ഞാൻ പറഞ്ഞത് 500 രൂപയും 1000 രൂപയും അതിന് മേലെ അടച്ചു കൊടുത്തിട്ടില്ല. കൊടുക്കാൻ കഴിയില്ല. 97 വീട്ടിൽ പണം എത്തിക്കണമെങ്കിൽ 1 ലക്ഷം രൂപ എടുത്ത് അതിന് മേലെ കൊടുക്കാൻ കഴിയില്ല. അതെ, കള്ളനോട്ട് അടിച്ചെടുത്തില്ല അന്ന്. അന്ന് കള്ളനോട്ട് അടിച്ചെടുത്തില്ല. ഇപ്പൊ വീട്ടിലൊക്കെ കൊണ്ടുപോയി അടിക്കുന്ന കാരണം ഇപ്പം എന്തായാലും ഒരു ആള് സംസാരിക്കുമ്പോ എല്ലാവരും മൈക്കിൽ കൂടി പറയുമ്പോ എനിക്ക് എന്റെ കൺട്രോള് ഉപയോഗിച്ചിട്ട് വരും. അതുകൊണ്ട് ഈ കാര്യത്തിന്റെ സീരിയസ് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ സംസാരിക്കുന്നത് പുറമെ കൂടിയാണ്. സംസാരിക്കുന്നത് അബദ്ധജനിതമായ വാക്കുകളാണ്.
ഞാൻ പറഞ്ഞതല്ല, കഴിഞ്ഞ 2001 1 ലക്ഷം രൂപയാണ് ഓടി കൊണ്ടുവന്നെടുത്തത്. 1 ലക്ഷം രൂപ ഒറ്റ മുറിയാണ്. 1 ലക്ഷം രൂപ ഓൺ ഫണ്ടിൽ എടുത്തിട്ട് എങ്ങനെയാണ് ഞാൻ പറയുന്നത്? എന്താ ഇതിനെ 1 ലക്ഷം രൂപ ഓൺ ഫണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ 97 കുടുംബങ്ങൾക്ക് 2000 വെച്ച് കൊടുക്കാനില്ല. ഞാൻ പറഞ്ഞത് 1000 500 രൂപ വെച്ച് കൊടുക്കുന്ന ഞാൻ പറഞ്ഞത്. അതിന് വേറെ ഒന്നുമില്ല. അപ്പൊ മുതൽ അതിനിടയ്ക്ക് കയറി ചില വർത്തമാനങ്ങൾ പറഞ്ഞു അന്ന് മൂല്യത്തറില്ല അങ്ങനെ എങ്ങനെ. നമ്മൾ പറഞ്ഞതാ, നമ്മൾ അതുകൊണ്ട് നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയുന്നതിന് അങ്ങേയറ്റത്തെ സഹായം ചെയ്യുന്നതിന് വേണ്ടി കൗൺസിൽ യുനാനിമസായി തീരുമാനമെടുക്കുന്ന ആ തീരുമാനമെടുക്കുന്നതിന് ഗുണപരമായ ഒരു നിർദ്ദേശമാണ് ഞാൻ വെച്ചത് ഇവിടെ. അപ്പൊ അതിനിടയിൽ അവരുടെ വേറെ വർത്തമാനങ്ങൾ പറഞ്ഞാൽ പിന്നെ എല്ലാവരും തൊട്ടിടാൻ തുടങ്ങിയാൽ തൊട്ടിടുന്ന കാര്യം ആരും മോശക്കാരല്ലോ. അപ്പൊ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ കാണേണ്ടത് എന്നാണ് ബഹുമാനയുടെ ചെയർമാനോട് പറയുന്നത്. ബഹുമാനയുടെ ചെയർമാൻ നമ്മുടെ കൗൺസിലിന്റെ ഒരു സ്പിരിറ്റ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് സർക്കാരിലേക്ക് അറിയിക്കാനും സർക്കാരിന്റെ അനുമതി പ്രതീക്ഷിച്ചുകൊണ്ട് പലതും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാനും തയ്യാറാകണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കഴിഞ്ഞ ആഴ്ചയുണ്ടായ ഏറ്റവും കൂടുതൽ കൃഷി ഏകദേശം ഒരു 4-5 ഏക്കറോളം കൃഷിയുടെ മാത്രം ഒരു കവുങ്ങ് പോലും അവശേഷിക്കാതെ എല്ലാം നശിച്ചുപോയി. ഒരു ഏകദേശം 25 വീടുകൾ ഭാഗികമായും 3 വീട് പൂർണ്ണമായും തകർന്നിട്ടുള്ള അവസ്ഥയാണ്. 3 വീട്ടിലെയും ആളുകളെ നമ്മൾ അവരുടെ ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ 3 വീട്ടിൽ ഇപ്പൊ തൽക്കാലം ഈ മരങ്ങൾ മുറിച്ചു മാറ്റി കാപ്പായ കൊണ്ട് മറച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു വീട്ടിലെ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയാണ്. ഭാഗ്യം കൊണ്ട് ആ സ്ത്രീ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അവരെ പെട്ടെന്ന് അവർക്ക് ഈ മെയിൻ്റനൻസ് വർക്ക് ചെയ്ത് കൊടുത്ത് അവരെ അതിൽ പാർപ്പിക്കാനുള്ള സാഹചര്യം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരുക്കി കൊടുക്കണം. കൂടാതെ ഏകദേശം ഒരു 30 ആളുകൾക്ക് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ചർച്ചിൽ വെച്ച് ഈ യുദ്ധത്തിൽ സ്റ്റിച്ചുകളും അപകടങ്ങളൊക്കെ പറ്റി ഹോസ്പിറ്റലൈസ് ആയിട്ടുണ്ട്. അപ്പൊ അവർക്കും ഒരു അടിയന്തര സഹായം എന്ന നിലയിൽ എന്തെങ്കിലും നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് നന്നായിരിക്കും. കൂടാതെ 3 ആരാധനാലയങ്ങളാണ് ഫുള്ളായിട്ട് മേൽക്കൂരകൾ പോയിട്ട് നശിക്കുന്നത്. അതുപോലെ തന്നെ സെന്റ് ലൂസിയ ചിൽഡ്രൻസ് ഹോമിലും മേൽക്കൂര ഫുള്ളായിട്ട് പോയിട്ടിരിക്കുകയാണ്. അതിൽ ഒരു കുട്ടിക്ക് ഇതേമാതിരി കാലിൽ ഷീറ്റ് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ദിവസം നമുക്ക് അന്നത്തെ നൈറ്റും പിറ്റേ ദിവസം രാവിലെ ഫസ്റ്റും നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. കൂടാതെ അവർ ഇന്ന് മുതലേ അത് അടുക്കളയിലൊക്കെ പാചകം ചെയ്ത് തുടങ്ങി. അപ്പൊ അവരുടെ പിന്നെ അക്ഷരായിട്ട് ചെയ്യാനുള്ളത് ഈ പറഞ്ഞമാതിരി വീടുകൾ ഭാഗികമായി തകർന്നവർക്കൊക്കെ ഈ താൽപ്പായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് സഹായം ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കാൻ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് നല്ലൊരു സമീപനം ഉണ്ടാകണം. പിന്നെ പറയാനുള്ളത് ഈ മരങ്ങളൊക്കെ ഇപ്പോഴും പല ഭാഗങ്ങളിലായിട്ട് മുറിഞ്ഞ് പകുതിയായിട്ടും തൂങ്ങിക്കിടക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് കുറച്ച് ജീവനക്കാരെ വിട്ടിട്ട് അത് മുറിച്ചു മാറ്റാനുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വീടുകളൊക്കെ അവരെ സുരക്ഷിതമായിരിക്കും. പക്ഷെ നാട്ടുകാരെ ഇറങ്ങുമ്പോൾ അവരുടെ തലയ്ക്ക് എന്താ പറ്റാതെ പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ അതൊന്നും ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു സമീപനം ഉണ്ടായാൽ നന്നായിരിക്കും. മാത്രം കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ പഴയ ആത്താജ് പഞ്ചായത്തിന്റെ മേഖലയിലുള്ള നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കും. കൃഷിക്കാർക്ക് വളരെയധികം കൃഷിനാശം സംഭവിക്കുകയും ചെയ്യുകയുണ്ടായി. കാരണം പ്രകൃതിക്ഷോഭങ്ങളെ നമുക്ക് തടുക്കാൻ സാധിക്കില്ല. എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുണ്ടാകുന്ന ഇത്തരം സംഭവ വികാസങ്ങൾ നമ്മൾ കൗൺസിലർമാരും നഗരസഭയിൽ സർക്കാർ ഒറ്റക്കെട്ടായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ പ്രകൃതിക്ഷോഭം ഉണ്ടായിട്ടുള്ള ജനങ്ങൾക്ക് അതുപോലെ തന്നെ ആ വീട്ടുകാർക്കൊക്കെ സാമ്പത്തിക സഹായം എത്തിക്കുന്നതിനും അതുപോലെ തന്നെ അവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ മുന്നിട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള പ്രകൃതിക്ഷോഭത്തിൽ ആൾക്കാർ പള്ളിയുടെ പണികളെ പുരോഗമിക്കുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. പക്ഷേ പല വീടുകളിലും ഓടുകൾ പറന്നു പോയിട്ടുള്ള സ്ഥിതിയാണുള്ളത്. ആ
ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകണം. ടാർപ്പായ പോലുള്ള കാര്യങ്ങൾ അടിയന്തരമായി ആ വീടുകളിൽ എത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നഗരസഭയുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് അതിനപ്പുറത്തും ഈ പ്രകൃതി ദുരന്തം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. പുനർനച്ചി അതുപോലെ തന്നെ മറ്റും പ്രദേശത്തൊക്കെ അപ്പോൾ ഇന്നലെയൊക്കെ ഒന്ന് സന്ദർശിച്ചപ്പോൾ ഇതിനേക്കാൾ ഭീകരമായ രീതിയിലുള്ള ആ പ്രദേശത്തൊക്കെ ഒരുപാട് വീടുകളാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. എന്നിരുന്നാലും വലിയൊരു ദുരന്തമാണ് നമ്മുടെ കുന്നംകുളം നഗരസഭയുടെ പരിധിക്കകത്ത് നടന്നിട്ടുള്ളത്. അതിന് ഏറ്റവും നമുക്ക് കുറെ കൂടി സമാധാനിക്കാനുള്ളത് ഇവിടെ നേരത്തെ സോമനം സൂചിപ്പിച്ച പോലെ തന്നെ ജീവൻ ഹാനി സംഭവിക്കാതെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഭീകരമായ അപകടം സംഭവിക്കാതെ നമ്മുടെ ജനങ്ങൾക്ക് അത് ഉണ്ടായില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സമാധാനം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ അടിയന്തരമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അതിന്റെ അവർക്ക് സഹായങ്ങളും അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ഇത് സർക്കാർ തലത്തിൽ അതിന്റെ രീതി നടക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്തത്തിന് ഇരയായിട്ടുള്ള ആളുകൾക്ക് അടിയന്തരമായി എന്തെങ്കിലും സഹായം കൊടുക്കുക എന്നുള്ള തന്നെയാണ്. കാരണം ആരാധനാലയങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അപകടത്തിനെ സംബന്ധിച്ച് നമുക്ക് നഗരസഭയ്ക്കോ അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും അത് പരിഹരിക്കാൻ പെട്ടെന്ന് കഴിയില്ല. കാരണം അത്രയും ഭീകരമായ ഒരു രീതിയിലാണ് അതിന്റെ അപകടം സംഭവിച്ചത്. അതിന്റെ കണക്കൊക്കെ നമ്മുടെ മുനിസിപ്പൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കും അതുപോലെ തന്നെ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ ഭീകരമായ നഷ്ടമാണ്. പക്ഷെ ആ നഷ്ടം പോലും നമുക്ക് ഒറ്റയടിക്ക് തീർക്കാൻ വേണ്ടി കഴിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായി നമ്മുടെ ഇപ്പോ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് വീടുകൾക്ക് ഉണ്ടായിട്ടുള്ള അപകടങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ടാർപ്പായ വാങ്ങിക്കാനുള്ള ഒരു സഹായമെങ്കിലും നമുക്ക് അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമായിരിക്കും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യണം. അപ്പൊ നമ്മൾ 2001 അപകടത്തിൽ 1 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പക്ഷെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ 1 ലക്ഷം രൂപ കൊണ്ട് ചിലപ്പോൾ ആവില്ല. അതിനേക്കാൾ കുറച്ചുകൂടി പണം കൂടുതൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ഇതിലെ കേടുപറ്റിയിട്ടുള്ള വീടുകൾക്ക് ആ വീടിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ ഇന്നും തന്നെ അതിന്റെ ഒരു സർവേ എടുത്തുകൊണ്ട് വാർഡ് കൗൺസിലർമാരുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു സർവേ എടുത്ത് അവർക്ക് ആ രീതിയിലുള്ള സഹായം എത്തിക്കണം. അത് 1 ലക്ഷം അല്ലെങ്കിൽ 50,000, 1.5 ലക്ഷം ഇങ്ങനെയല്ല. അതിന്റെ അത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായ രീതിയിൽ പൂർണ്ണമായി നമുക്ക് സഹായിക്കാൻ കഴിയില്ല. പക്ഷെ എന്നിരുന്നാലും നഗരസഭയുടെ പെട്ടെന്നുള്ള ഒരു സഹായം വളരെ അടിയന്തരമായി എത്തിക്കണം എന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ പറയാനുള്ളത് പ്രകൃതി ശോഭിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് തർക്കമൊന്നുമില്ല. ഓരോ ദിവസവും വലിയ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് വേണ്ടിയുള്ള പല അപേക്ഷകളും ഇവിടെ വന്നിട്ടുണ്ട്. ആ അപേക്ഷകളൊന്നും പല കാരണങ്ങളാൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ ആ പരിഗണിക്കപ്പെടാത്തതിന്റെ ദുരന്ത ഫലം ഇന്ന് നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. ഇന്നലെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ കർഷകരുടെ മുമ്പിൽ അതിന്റെ ഏറ്റവും വലിയത് അവിടെ ഇന്നാണെങ്കിൽ പച്ചക്കറി കച്ചവടം കിട്ടാൻ മുമ്പിൽ പച്ചക്കറി കച്ചവടം നടക്കാനവിടെ അവിടെ 2-3 ആളുകൾ അവിടെ സ്ഥിരീകരിക്കുകയാണ്. അത് വലിയൊരു ദുരന്തം മുഴുവായി ഇന്നലെ ആരുമില്ല. അപ്പൊ അങ്ങനെ ഓരോ വിഷയങ്ങളിൽ അതിന്റെ ഗൗരവത്തിൽ നമ്മൾ എടുക്കാത്തതിന്റെ അതിന് നമ്മളെന്ന് പറയുമ്പോൾ അത് അതിൻ്റെതായ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ അപകടം മനസ്സിലാക്കിക്കൊണ്ട് അത് മുറിക്കാത്തതിന്റെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഈ ദുരന്തം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് തുടർച്ചയാവാൻ പോവാണ്. കാരണം മഴ അത്രയും രൂക്ഷമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ വളരെ അടിയന്തരമായി അത്തരം പരാതികളും അതിന്റെ കൂടുതൽ പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ വളരെ അടിയന്തരമായി ഇതിനെ ഒരു സബ് കമ്മിറ്റി നഗരസഭ എന്ന രീതിയിൽ ഉണ്ടാക്കും. കാരണം ഈ പരാതികൾ വരുമ്പോ ഉദ്യോഗസ്ഥന്മാര് അവർക്ക് താല്പര്യമുള്ളപ്പോ അല്ലെങ്കിൽ അവരുടെ സൗകര്യമുള്ളപ്പോ ഇത്തരം വളരെ അടിയന്തരമായ പരാതികൾ പരിഹരിക്കാൻ പോയാൽ പറ്റില്ല. അതിനകത്ത് പോകുമ്പോൾ ചില പ്രയാസങ്ങളുണ്ട്. അപ്പോൾ സബ് കമ്മിറ്റി ഉണ്ടാക്കി ആ സബ് കമ്മിറ്റി കൂടി നഗരസഭയ്ക്കകത്ത് ഇത്തരം വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകാൻ പോകുന്ന പരാതികൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഉണ്ടാകുന്ന പരാതികളും ഉണ്ടായ പരാതികളും പരിഹരിക്കുന്നതിന് വേണ്ടി സബ് കമ്മിറ്റി വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് നമുക്ക് നമ്മുടെ നഗരസഭയ്ക്ക് ഒരു ദുരിതാശ്വാസ നിധി ഉണ്ടാകും. അതിന്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള സംവിധാനം ഉണ്ടാകും.
ആളുകളെ സഹായിക്കുന്നത്. നമുക്കിന്ന് എന്റെ അക്കൗണ്ടൊക്കെ ഉണ്ട്, പക്ഷെ അതില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഫണ്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനാവശ്യമായ ഫണ്ട് നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് നമ്മുടെ നഗരസഭാ ചെയർപേഴ്സന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആവശ്യമായ ഫണ്ട് സമാഹരിക്കുക എന്നുള്ളതിനാണ് നമ്മുടെ പണി. കാരണം ഇതിങ്ങനെ ഉണ്ടാകുമ്പോൾ അടിയന്തര ഘട്ടത്തിൽ നമുക്ക് എടുത്തു കൊടുക്കാൻ 1000 ആയാലും 500 ആയാലും 2000 ആയാലും എടുത്തു കൊടുക്കാൻ ഒരു ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടാകണം. ആ ഫണ്ട് നമ്മുടെ കയ്യിലുണ്ട്. അതിനാവശ്യമായ ഒരു ഫണ്ട് തുടങ്ങണം. ഞാൻ എന്റെ ഈ പ്രാവശ്യത്തെ ഓണറോറിയം ഞാൻ അതിലേക്ക് ഫണ്ടിലേക്ക് പ്രഖ്യാപിക്കണം. കാരണം ആ ദുരിതാശ്വാസ നിധിയുടെ ഫണ്ടിലേക്ക് ഞാൻ അതിലേക്ക് പ്രഖ്യാപിക്കണം. ഞാൻ അതിലേക്ക് കൊടുക്കാൻ തയ്യാറാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പല സ്ഥലത്തു നിന്നും നമുക്ക് കിട്ടുന്ന ഫണ്ട് സമാഹരിച്ചുകൊണ്ട് നമുക്ക് ആ ഫണ്ട് വലുതാക്കണം. കാരണം എന്താ വെച്ചാല് ഇത് ഏത് സമയത്തും ഉണ്ടാകാം. ഇതിങ്ങനെയൊന്നുമല്ല, പ്രകൃതി ക്ഷോഭമായിട്ടൊന്നല്ല. പെട്ടെന്ന് അങ്ങനെ ഒരു ഘട്ടത്തിൽ നമുക്ക് സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കണം. നമ്മളെല്ലാവരുടെയും ഒരു സഹായം അതിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വീടുകൾ ഓടിട്ട വീടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പാവപ്പെട്ട ജനങ്ങളുടെ വീടുകൾ തന്നെയായിരിക്കും. അവരുടെ ഓട് പറന്നുപോയി എന്തായാലും ഈ മഴ പെയ്യുന്ന സമയത്ത് അതിന്റെ ചുമര് പോലെ ഇടിഞ്ഞു പോകാനുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ മഴ നിന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭാഗത്തെ ഉദ്യോഗസ്ഥരെ ഇട്ടുകൊണ്ട് ആ ഓട് മേഞ്ഞ് അവരെ സഹായിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാവുന്നതാണ്. അടിയന്തരമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും അത് ചെയ്യുന്നതിന് തടസ്സമൊന്നുമല്ല. എല്ലാവരും എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ സംസാരിക്കാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്റെ പാടുകളിൽ 2 വീടുകൾക്ക് ഡിജിറ്റൽ സംബന്ധിച്ചിട്ടുണ്ട്, ചുമരുകൾ ഇനി വീണിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഇതിൽ കൂടി ഉൾപ്പെടുത്തി പോകണം എന്നാണ് പറയാറ്. പിന്നെ നഗരസഭ ഓഫീസില് ഈ ഇപ്പം പലരും ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അപകടങ്ങൾ ഇനി ഉണ്ടാകുമ്പോൾ ജനങ്ങൾ എവിടേക്ക് പോകണം, ആരെ ബന്ധപ്പെട്ട് ഏകോപിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് മിഷൻ ഏകോപിക്കണം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോളുകൾ നമ്മൾ നഗരസഭ തുടങ്ങുന്നതാണ് പറയാം. കാരണം പാർലമെന്റായിപ്പോൾ ആരെ ബന്ധപ്പെടും, എങ്ങനെ ബന്ധപ്പെടും എന്ന് ഞാനവിടെ ഇപ്പോൾ നമ്മൾ കുറച്ച് മിനിറ്റ് കൊണ്ട് എത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതിനെ എല്ലാ ഗവൺമെന്റ് മിഷനറിയും രാത്രി 12 മണിക്കൊരു അപകടം ഉണ്ടായാൽ എങ്ങനെ ബന്ധപ്പെടുന്ന കൗൺസിലർ മഞ്ഞ വിചാരിച്ച പറ്റില്ല. അപ്പോൾ നമ്മുടെ നഗരസഭയിൽ കൺട്രോൾ റൂം 24 മണിക്കൂർ പ്രവർത്തിക്കാവുന്ന സജ്ജീകരണങ്ങളായിട്ട് ഡ്രൈവറും വാഹനം കാണുന്നു. അമാതിരി 2020 അങ്ങാടികളിലായപ്പോൾ എല്ലാ കടയ്ക്കും അപേക്ഷ വരികയാണ്. അന്ന് കടക്കാരെ നഗരസഭ മനഃപൂർവ്വം ഒഴിവാക്കി, കുഴപ്പമില്ല. അന്ന് 500, 1000, 2000, 3000 രൂപ വരെ കൊടുത്തില്ല. ഇത് കൊടുത്ത് കൗൺസിൽ കൂടുന്നതിന് മുമ്പ് കടക്കാരന് അന്നത്തെ ഭരണസമിതി കടം വാങ്ങി വെള്ളിയാഴ്ച അപകടമായി ചാർപ്പായ വാങ്ങി കെട്ടാൻ വേണ്ടിയിട്ട്. ചാർപ്പായ നോട്ട് കിട്ടാതെ ഓട് കിട്ടാതെ ആകെ ഒരു ദുരിതമായിരുന്നു. നമുക്ക് നഗരസഭയ്ക്ക് പറ്റാവുന്ന സഹായം അടിയന്തരമായി നൽകണമെന്നാണ്